Hello everyone, welcome back. Now I am discussing Module 3 topic Overview of Design Process Part 1. സോ നമ്മുടെ ഈ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത് തേർഡ് മൊഡ്യൂളാണ്. സോ തേർഡ് മൊഡ്യൂളിൻ്റെ സിലബസ് നമുക്കൊന്ന് നോക്കാം. സോഫ്റ്റ്വെയർ ഡിസൈൻ, ഓവർവ്യൂ ഓഫ് ഡിസൈൻ പ്രോസസ്, ഹൗ ടു ക്യാരക്ടറൈസ് എ ഗുഡ് സോഫ്റ്റ്വെയർ ഡിസൈൻ, cohesion and coupling, approaches to software design, function-oriented design, overview of SASD methodology, structure analysis, developing the DFT model of a system, structure design, user interface design, characteristics of a good user interface, basic concepts, type of user interfaces. സോ ഇത്രയാണ് തേർഡ് മൊഡ്യൂളിൻ്റെ സിലബസ്. സോ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ ഡിസൈനിങ്ങിനും അതുപോലെ തന്നെ സ്ട്രക്ചേർഡ് അനാലിസിസ്, സ്ട്രക്ചേർഡ് ഡിസൈൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്, യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ, ഈ കോൺസെപ്റ്റുകൾക്കൊക്കെയാണ് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ കൂടുതലായിട്ടും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. സോ ഡിസൈൻ പ്രോസസ്സ്. സോ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ സോഫ്റ്റ്വെയർ ഡിസൈനിങ്ങിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ ഒരു ഡിസൈൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഡിസൈൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഡിസൈൻ ഫേസിൽ നടക്കുന്ന ആക്ടിവിറ്റിയാണ്. സോ ഈ ഡിസൈൻ ഫേസിൽ എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ യൂസറിൽ നിന്നും കളക്ട് ചെയ്ത റിക്വയർമെൻറ്റ്സിന് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ പ്രോഡക്റ്റിനെ ഡിസൈൻ ചെയ്യുവാണ്. സോ സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് ഡോക്യുമെൻറ്റിൽ നിന്നും നമ്മൾ എന്തിലേക്ക് മാറുന്നു, ഡിസൈൻ ഡോക്യുമെൻറ്റിലേക്ക് മാറുന്നു. സോ ഈ ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഡിസൈൻ പ്രോസസ്സിൽ നടക്കുന്നത്. സോ റിക്വയർമെൻറ്റ്സ് കളക്ട് ചെയ്ത് വെച്ചതിൽ നിന്നും നമ്മളൊരു ഡിസൈൻ ഡോക്യുമെൻറ്റ് ഉണ്ടാക്കുന്നു. അപ്പം എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് എന്ന് കണ്ടിട്ട് അതിൻ്റെ അകത്തുനിന്ന് നമ്മളൊരു ഡിസൈനിങ് ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, കറസ്പോണ്ടിങ് പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സോ നമുക്കിവിടെ കാണാം, സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ഡോക്യുമെൻറ്റിൽ നിന്നും ഡിസൈനിങ് പ്രോസസ്സിലൂടെ ഡിസൈൻ ഡോക്യുമെൻറ്റിലേക്ക് എത്തുന്നു. സോ ഈ ഒരു ആക്ടിവിറ്റിയാണ് ഈ പ്രോസസ്സിൽ ഡിസൈൻ പ്രോസസ്സിൽ നടക്കുന്നത്. സോ ഔട്ട്കം ഓഫ് ഡിസൈൻ ഫേസ്. സോ നമ്മളൊരു ഡിസൈൻ ഫേസിൽ എന്തൊക്കെയാണ് ഡിസൈൻ ചെയ്യുന്നത്, ഡോക്യുമെൻ്റ് ചെയ്യുന്നതെന്നാണ് ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ ഇസ് ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് റിക്വയർഡ്. The different modules in the solution should be clearly identified. അതായത് നമ്മൾ ഈ സൊല്യൂഷനിലുള്ള ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ഉണ്ടല്ലോ, അതിനെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം. ഓക്കെ. സോ ഈച്ച് മൊഡ്യൂൾ ഇസ് എ കളക്ഷൻ ഓഫ് ഫങ്ഷൻസ് ആൻഡ് എ ഡേറ്റ ഷെയർഡ് ബൈ ഫങ്ഷൻസ് ഓഫ് ദ മൊഡ്യൂൾ. സോ ഓരോ മൊഡ്യൂൾ എന്ന് പറയുന്നത് കുറേയധികം ഫങ്ഷൻസിൻ്റെ ഒരു കൂട്ടം, അല്ലെങ്കിൽ ഈ മൊഡ്യൂളിൽ എന്തൊക്കെ ഡേറ്റാസ് ഷെയർ ചെയ്യുന്നുള്ളതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ ആണ് നമുക്കെപ്പോഴും ഈ മൊഡ്യൂളിലുള്ളത്. ഈച്ച് മൊഡ്യൂൾ ഷുഡ് അക്കംപ്ലിഷ് സം വെൽ ഡിഫൈൻഡ് ടാസ്ക് ഔട്ട് ഓഫ് ദ ഓവറോൾ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സോഫ്റ്റ്വെയർ. സോ ഓരോ മൊഡ്യൂളിലും എന്താണ് സ്പെസിഫൈ ചെയ്യുന്നത്, എന്താണ് ആ സോഫ്റ്റ്വെയറിൻ്റെ ഓവറോൾ ഫങ്ഷനിങ്ങിന് വേണ്ടി ആ ഒരു പർട്ടിക്കുലർ മൊഡ്യൂളിൽ എന്ത് ടാസ്ക്കാണ് ചെയ്യുന്നതെന്നുള്ളതാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈച്ച് മൊഡ്യൂൾ ഷുഡ് ബി നെയിംഡ് അക്കോർഡിംഗ് ടു ദ ടാസ്ക് ഇറ്റ് പെർഫോംസ്. എന്ത് ടാസ്ക്കാണ് അത് പെർഫോം ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ മൊഡ്യൂൾ എപ്പോഴും നമ്മൾ നെയിം ചെയ്യുന്നത്. സോ നമ്മൾ ഒരു ഡിസൈനിങ് ഫേസിൽ ഡിസൈനിങ് ആൻഡ് ഡോക്യുമെൻറ്റിൽ എന്തൊക്കെ കാര്യം ഉൾക്കൊള്ളണം എന്നുള്ളതിൽ ഒന്നാമത്തേതാണ് മൊഡ്യൂൾസ്. മൊഡ്യൂൾസിൻ്റെ ഡിസ്ക്രിപ്ഷൻ എപ്പോഴും അതിലുണ്ടായിരിക്കണം, അല്ലെങ്കിൽ എത്ര മൊഡ്യൂൾസിലൂടെ എങ്ങനെയാണിത് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയണം. സോ മൊഡ്യൂൾ ആണ് നമ്മൾ ഈ ഡിസൈൻ ഫേസിൽ ഡിസൈഡ് ചെയ്യുന്ന ഒരു കാര്യം. മറ്റൊന്ന് കൺട്രോൾ റിലേഷൻഷിപ്സ് എമോങ് മൊഡ്യൂൾസ്. സോ ഓരോ മൊഡ്യൂൾസിനും ഇടയിൽ കൃത്യമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം, അതിനെ കൃത്യമായി കൺട്രോൾ ചെയ്യണം. ഓക്കെ. എ കൺട്രോൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു മൊഡ്യൂൾസ് എസെൻഷ്യലി അറൈസ് ഡ്യൂ ടു ഫങ്ഷൻസ് കോൾ അക്രോസ് ദ ടു മൊഡ്യൂൾസ്. പരസ്പരം ഈ മൊഡ്യൂളുകൾ തമ്മിൽ ഇൻ്റർ കണക്റ്റഡ് ആണ്, അപ്പോൾ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൃത്യമായി കൺട്രോൾ ചെയ്തിരിക്കണം. ദ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് എമോങ് വേരിയസ് മൊഡ്യൂൾസ് ഷുഡ് ബി ഐഡൻറ്റിഫൈഡ് ഇൻ ദീസ് ഡിസൈൻ ഡോക്യുമെൻറ്റ്. ഈ ഡിസൈൻ ഡോക്യുമെൻറ്റിൽ ഈ മൊഡ്യൂൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തിരിക്കും. മറ്റൊന്ന് ഇൻ്റർഫേസസ് എമോങ് ഡിഫറെൻറ്റ് മൊഡ്യൂൾസ്. അപ്പം ഈ മൊഡ്യൂൾസുകൾ തമ്മിലുള്ള ഇൻ്റർഫേസ്
കൃത്യമായിട്ട് നമ്മളിതിൽ ഡിഫൈൻ ചെയ്യണം. അതായത് ഈ ഇൻ്റർഫേസിങ് മുഖേന എന്താ ചെയ്യുന്നത് വെച്ചാൽ എക്സാക്റ്റ് ഡേറ്റ ഐറ്റംസ്, ഈ മൊഡ്യൂൾസ് തമ്മിൽ എന്ത് ഡേറ്റ ഐറ്റംസാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്, അപ്പം ഒരു മൊഡ്യൂള് നമ്മളൊരു ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്യുമ്പോൾ മറ്റേ മൊഡ്യൂൾ ഇതുമായിട്ട് എങ്ങനെ കണക്റ്റഡ് ആവുന്നു എന്നുള്ളതെല്ലാം ഈ ഒരു ഇൻ്റർഫേസിങ്ങിലൂടെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതും കൃത്യമായിട്ട് ഡിസൈൻ ഡോക്യുമെൻറ്റിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യണം. മറ്റൊന്ന് ഡേറ്റ സ്ട്രക്ചേഴ്സ് ഓഫ് ദ ഇൻഡിവിജ്വൽ മൊഡ്യൂൾസ്. So each module normally stores some data that functions of module need to share to accomplish the overall responsibility of the module. ഓരോ മൊഡ്യൂളും അവർ ചെയ്യേണ്ടതായ വർക്കിനും ഫങ്ഷൻസിനും അനുസരിച്ചുള്ള ഡേറ്റാസ് എപ്പോഴും സ്റ്റോർ ചെയ്തിരിക്കും. സോ സ്യൂട്ടബിൾ ഡേറ്റ സ്ട്രക്ചേഴ്സ് ഫോർ സ്റ്റോറിങ് ആൻഡ് മാനേജിങ് ഡേറ്റ ഓഫ് മൊഡ്യൂൾ നീഡ് ടു ബി പ്രോപ്പർലി ഡിസൈൻഡ് ആൻഡ് ഡോക്യുമെൻറ്റഡ്. ഈ ഓരോ മൊഡ്യൂളിനും ഡീൽ ചെയ്യേണ്ട ഡേറ്റയെ സൂക്ഷിക്കേണ്ട പ്രോപ്പർ ഡേറ്റ സ്ട്രക്ചേഴ്സ് കൃത്യമായിട്ട് ഡിസൈനിങ് ചെയ്യുന്ന ഡോക്യുമെൻറ്റിൽ ഉണ്ടായിരിക്കണം. മറ്റൊന്ന് ആൽഗോരിതം റിക്വയർഡ് ടു ഇംപ്ലിമെൻറ്റ് ദ ഇൻഡിവിജ്വൽ മൊഡ്യൂൾസ്. ഈ ഓരോ മൊഡ്യൂൾസിനെയും ഈസിയായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ആൽഗോറിതംസ് ഈ ഡിസൈൻ ഡോക്യുമെൻറ്റിൽ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ആക്യുറസി, ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റി ഒക്കെ കൃത്യമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡിസൈൻ പ്രോസസ്സിലൂടെ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഡിസൈൻ ഡോക്യുമെൻറ്റിൽ ഉണ്ടായിരിക്കേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് ഇതായിരിക്കും. Assignment question: what are the activities taking place in designing and documentation during design phase? Hello everyone, welcome back. Now I am discussing module 3 topic overview of design process part 1.